ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പം ഞാനിന്നൊരു ഈത്തപ്പഴം പൊരിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. നമ്മൾ വൈകുന്നേരം ചായക്ക് ഉണ്ടാക്കിയ ഒരു സ്നാക്സാണിത്. അപ്പം ഞാൻ ഈ ഐറ്റംസിന് വേണ്ടി ഇത്ര പോലെ ഈത്തപ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതായത് ഒരു 10-12 പീസ് എടുത്ത് കാണും. അപ്പം നമ്മൾ നേരെ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ആളൊന്ന് കുട്ടപ്പനാക്കി എടുക്കുക ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്ര പോലെ ഡേറ്റ്സിന് 2 പാർട്സായിട്ടാണ് ഒരു ഈത്തപ്പഴത്തിന് എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഇതിന് വേണ്ട മാവ് റെഡിയാക്കുക ചെയ്യുന്നത്. അപ്പം കടലപ്പൊടിയാണ് കേട്ടോ ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ കടലപ്പൊടി ഒരു കപ്പിലേക്ക് എടുത്ത ശേഷം അതിലേക്ക് മൈദപ്പൊടി ആഡ് ചെയ്യുന്നത്. അപ്പോൾ കടലപ്പൊടിനെയും കാട്ടിയും കുറച്ച് കൂടുതലായിട്ട് മൈദപ്പൊടി നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. ഈത്തപ്പഴത്തിന് മധുരം ഉണ്ടാകും, എന്നാലും നമുക്ക് മാവിൽ ആഡ് ചെയ്ത് നല്ല ടേസ്റ്റ് കിട്ടും. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് നന്നായി നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, മാവ് അത്ര ലൂസ് ആവാൻ വേണ്ടി പാടില്ല. നല്ലൊരു തിക്നെസ്, നല്ല കട്ടിയിൽ തന്നെ മാവ് കിട്ടണം, എന്നാലും ഈത്തപ്പഴം പൊടി സെറ്റായി കിട്ടും. അപ്പോൾ നമ്മുടെ മാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ മാവ് റെഡിയാക്കേണ്ടത്. അധികം അങ്ങ് ലൂസാകാൻ വേണ്ടി പാടില്ല. നമുക്കിനി നമ്മളെ ഈത്തപ്പഴം എടുത്ത് നമുക്കിനി ഫ്രൈ ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ഈത്തപ്പഴം റെഡിയായി സെറ്റാക്കി നിൽക്കുന്നുണ്ട്. നമുക്കിനി ഈത്തപ്പഴം മാവിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് പാനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ പാൻ ചൂടാക്കി ഇട്ടിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കോക്കനട്ട് ഓയിലാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈത്തപ്പഴമൊക്കെ മാവിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് പാനിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈത്തപ്പഴമൊക്കെ ഞാൻ പാനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡൊന്ന് വെന്ത് കിട്ടുമ്പോൾ നമുക്ക് ഒരു തവ കൊണ്ട് അത് തിരിച്ച് മറിച്ചൊന്ന് ഇട്ട് കൊടുത്തൊന്ന് നന്നായിട്ട് നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഞാൻ തിരിച്ച് മറിച്ചും ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈത്തപ്പഴം നന്നായി റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ബ്രൗൺ കളർ ചെറുങ്ങനെ ഇതിന് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മക്കളൊക്കെ നമ്മൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ഈത്തപ്പഴം പൊരി. അപ്പോൾ നോക്കി നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ കുറച്ച് ഈത്തപ്പഴം എനിക്ക് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ തവയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു സൈഡ് ചായ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്യണേ.